ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു 2 കിലോ വെയിറ്റ് വരുന്ന ഒരു കിഡിലൻ ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാതെ ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനു മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബട്ടർസ്കോച്ച് കേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് പ്രളയിന് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടൊരു സോസ് പാനിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ആ കാര്യം മറന്നു പോകരുത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ കേക്കിൽ ഞാൻ പ്രളയിന് ചെയ്തെടുക്കുന്നതിന് പകരം ഞാൻ പീനട്ട് കാൻഡിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം അളവിൽ ബദാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൊടിച്ച ബദാമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളിത് എന്തായാലും മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാരമലുമായിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകരുത്. കാരമൽ എന്ന് ഉദ്ദേശിക്കുന്നത് കരിഞ്ഞത് എന്നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രളയിന് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് സെറ്റ് ആയതിനു ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് അളവിൽ ഞാൻ മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ ഞാനെടുത്ത അരിപ്പ ചെറിയൊരു അരിപ്പായതിൻ്റെ പേരിൽ ഞാൻ ആദ്യം 1 കപ്പ് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അടുത്ത 1/4 കപ്പ് കൂടി ചേർത്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 1.25 കപ്പാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശേഷം ഒരു ബൗളിൽ ഞാൻ 7 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മൈദ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ പഞ്ചസാര എടുക്കുക. ഇപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വരെ എടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1.25 കപ്പ് തന്നെ എടുക്കുക. അതായത് നമ്മൾ മൈദ എടുത്ത അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി വരുന്നതും ആ മുട്ടൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ കേക്കിൽ വരാതെ ഇരിക്കുന്നതും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യത്തെ സ്പീഡിലിട്ടിട്ട് ഇതിപ്പോൾ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാതെ നിങ്ങൾ ഒരു സ്പാച്ചില വെച്ചിട്ട് പതിയെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോം അങ്ങ് താഴ്ന്നു പോയാൽ കേക്ക് ഹാർഡായിട്ട് മാറും. അഥവാ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതലും ഒരു 30 സെക്കൻഡ് വരെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ കേക്ക് ഹാർഡായിട്ട് മാറും. അപ്പോൾ ഓരോ ഫ്ലോറും നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാല് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർസ്കോച്ച് കേക്ക് അല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പക്ഷേ ഞാനിപ്പം ഒരു 2-3 ഡ്രോപ്സ് ബട്ടർസ്കോച്ചിൻ്റെ മിക്സ്, അതായത് ഞാനിപ്പോൾ ബദാം മിക്സ് എന്ന് കാണിച്ചു തന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, പിസ്തൻ്റെ മിക്സ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന 53 രൂപയാണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ്. അതുപോലെയുള്ള ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഓപ്ഷണലാണ്. ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം.
അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ മാത്രം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പാന് പ്രീ ഹീറ്റ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. വളരെ ലോ ഫ്ലെയിമല്ല, അതിനേക്കാളും ഒരിത്തിരി കൂടിയ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു 45 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സുന്ദരി കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുമ്പം നന്നായിട്ട് ചൂട് മാറിയിരിക്കണം. എന്നിട്ടേ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാനായിട്ട് പാടുള്ളൂ. ആ കാര്യം മറന്നു പോകരുത്. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന രീതി ആട്ടോ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലെയർ ചെയ്തെടുത്തിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുകൾ വശത്ത് തന്നെ ലെയറാക്കി എടുക്കാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ താഴ്ന്നാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിരുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി മാറ്റുമോ എന്നറിയില്ല. എനിക്കിതാണ് ഒന്നുകൂടെ കംഫർട്ട് എന്ന് തോന്നി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ടേൺ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ്. പിന്നെ ഇതുപോലുള്ളൊരു നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എത്ര ഇഞ്ചിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ കത്തി ഉള്ളിലോട്ട് കയറ്റി വിട്ടിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം, നിങ്ങളതൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോ. ആദ്യം നമ്മൾ കത്തി അധികം അങ്ങ് ഉൾവശത്തോട്ട് കയറ്റുന്നില്ല, ജസ്റ്റ് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് ആ മാർക്ക് ചെയ്തത് കേക്ക് മുഴുവനും മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കത്തി ഉൾവശത്തോട്ട് കയറ്റുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? കേക്കെല്ലാം ഇവിടെ ലെയറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ 2 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീമിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പൗഡർ ഷുഗർ, അതായത് നമ്മുടെ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണ ക്രീമാണ്. അതിൽ ഒരല്പം മധുരത്തിന് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ 2 തവണയായിട്ടാണ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്യുന്ന ക്രീം ഞാൻ ക്രം കോട്ട് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ കേക്ക് 4 ലെയർ കൂടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡിൽ ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വായോ. അപ്പോൾ ഈ സോസ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ മുൻപ് തന്നെ ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കേക്ക് ബേക്കാവുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അതായത് ഒരു പാന് ചൂടാക്കുക, അതിലേക്ക് നമുക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. ശേഷം ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഞ്ചസാരൻ്റെ അതേ അളവ് തന്നെ ക്രീം എടുക്കുക. അപ്പോൾ ക്രീം ചേർത്താൽ നമ്മുടെ കാരമൽ ഇത്തിരി കട്ടിയായിട്ട് പോകും. അത് കുഴപ്പമില്ല. ഇത് ചൂടായി വന്നാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് നമ്മുടെ സോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ക്രീം മെൽറ്റായിട്ട് പോകും. അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ.
അപ്പോൾ നമ്മുടെ സോസിൻ്റെ ചൂട് മാറിയാൽ ഇതുപോലെ തിക്കായിട്ടാവും കിട്ടുക. അപ്പോൾ അത് കുഴപ്പമില്ല, ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പ്രലൈൻ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്കിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ലെയറും അങ്ങ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മുടെ പ്രലൈന് പൊടിച്ചത് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുത്തങ്ങ് വരാം. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് ഇവിടെ ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് ഒന്ന് സൂക്ഷിക്കാൻ വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അവസാന കോട്ടിങ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അവസാന കോട്ടിങ് ചെയ്യാനുള്ള ക്രീമിൽ ഞാൻ ഒരു അല്പം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കളറ്. അപ്പോൾ നിങ്ങൾക്ക് സാധാ നോർമൽ ആയിട്ടുള്ള ക്രീമിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ ക്രീമാണ് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കേക്കിൻ്റെ ടോപ്പിൽ കുറച്ചധികം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കേക്ക് ജസ്റ്റ് ഒന്ന് ലെവലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡ്രിപ്പ് ചെയ്യുന്ന പോലെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഡ്രിപ്പ് ചെയ്യാനായിട്ട് സാധാരണ ബട്ടർ സ്കോച്ച് കേക്കിൽ നമ്മൾ ചെയ്ത് വെച്ച സോസില്ലേ, അതാണ് ചെയ്ത് കൊടുക്കാറ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഡ്രിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സോസ് വെച്ചിട്ടും അത് ചെയ്തെടുക്കാം. സോസ് കട്ടിയായിട്ട് പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഒരല്പം നേരം ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നോസിൽ നമ്മൾ റൊസെറ്റ് വരച്ച നോസിലില്ല, ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ പ്രലൈന് കൂടി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് 2 സൈഡിലായിട്ടും. അതായത് മറ്റേ സൈഡിൽ നമ്മൾ ഗനാഷ് ഒഴിക്കാത്ത സൈഡിൽ മുഴുവനായിട്ട് തന്നെ നമ്മൾ പ്രലൈന് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കേക്ക് റെസിപ്പി. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്